ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സസ് ഗാർഡൻസിൻ്റെ എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മേക്ക് ചെയ്ത് തരുന്നത്. അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ റീസൺ ആദ്യമേ പറഞ്ഞേക്കാം, കാരണം ഇത് സെയിൽ വീഡിയോ എന്ന് പറഞ്ഞല്ലോ. ഏകദേശം 150-150ഓളം പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഫ്ലവേഴ്സും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റിയെന്ന് വരില്ല നമുക്കല്ലാതെ വീഡിയോ എടുക്കുമ്പോഴത്തേന്. അതുകൊണ്ട് ഓരോ ഫ്ലവേഴ്സും കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഈ ഒരു പ്ലാന്റ്, അതായത് നമ്മൾ സെല് ചെയ്യുന്ന പ്ലാന്റിന്റെ പിക്ചർ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതായത് ഈ ഡെൻഡ്രോബിയം വാങ്ങിക്കാൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓർക്കിഡ്സ് ഏറ്റവും കൂടുതൽ നല്ല കാടുകളിലാണ് വളരുന്നത് അല്ലെ, മരത്തിലാണ് കൂടുതലും നമ്മുടെ ഈ ഒരു ഓർക്കിഡ്സ് കൂടുതലായിട്ട് വളരുന്നത്. പക്ഷെ ഓർക്കിഡ്സിന് ഒരുപാട് ലവേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഓർക്കിഡ്സിന് ഇത്രയും ലവേഴ്സ് ഉള്ളത്? നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്ലവേഴ്സ് ആണ് അല്ലേ. ഓർക്കിഡ് എന്ന് പറയാൻ നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്ലവേഴ്സ്, അതിലേറെ ഭയങ്കര സുന്ദരികളാണ്. കെയറിങ് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കെയറിങ് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണുക. അതെന്താ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ അടുത്ത് പഴയ വീഡിയോ കണ്ടിട്ട് ആ പ്ലാന്റോട്ടോ ഈ പ്ലാന്റോട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാന്റ് കഴിഞ്ഞു കാണും. അതിപ്പോൾ പറയാനുള്ള മെയിൻ റീസൺ, ഇപ്പോൾ വിങ്ക നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. വിങ്ക ചോദിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ മെസ്സഞ്ചർ ഫുള്ള് വിങ്ക ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വിങ്കയുടെ പ്രൊഡക്ഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് വിങ്കയൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ് തീർന്ന, അതൊക്കെ സീസൺ ഫ്ലവേഴ്സ് ആണ്. അടുത്ത സീസൺ ആകുമ്പോഴത്തേന് പ്ലാന്റ്സ് ആവുള്ളൂ. പക്ഷേ ഈ ഡെൻഡ്രോബിയംസ് ഒക്കെ നമുക്ക് തീർന്നാലും ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒരുപാട് പ്ലാന്റ്സ് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് ഹോൾസെയിലായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റേറ്റ് കുറവിൽ കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറവിൽ സസ് ഗാർഡൻസിന് തരാനും പറ്റും. നമുക്ക് പെർ പീസിന് വരുന്നത് 100 രൂപയായിരിക്കും പ്ലാന്റിന് വരുന്നത്. 5 പ്ലാന്റിന്റെ കോംബോയും 10 പ്ലാന്റിന്റെ കോംബോ ആയിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കൂടുതൽ പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം 5 പ്ലാന്റിന്റെ കോംബോയ്ക്ക് 590 രൂപയാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് വരുന്നത്. 500 + 90 രൂപ കൊറിയർ ചാർജ്. 10 പ്ലാന്റിന്റെ കോംബോയ്ക്ക് നമുക്ക് വരുന്നത് 1000 + കൊറിയർ ചാർജ് 100 രൂപയായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോയിൽ നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡെൻഡ്രോബിയം എന്താണ്? ഈ ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞാൽ, ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം എന്നാണ് ഡെൻഡ്രോണിന്റെ മീനിങ്. ഇനി ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ, അതായത് മരത്തിൽ ജീവിക്കുന്നത് എന്നാണ് ഡെൻഡ്രോബിയത്തിന്റെ മീനിങ് വരുന്നത്. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എപ്പിഫൈറ്റ് ഇല്ലേ, അത് തന്നെയാണ് സാധനം കേട്ടോ. അപ്പം ഏകദേശം ഈ ഡെൻഡ്രോബിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800-ലേറെ, അതായത് ഓർക്കിഡ് കുടുംബത്തിലെ 1800-ലേറെ സ്പീഷീസുകൾ ഉള്ളൊരു ജനുസാണ് കേട്ടോ ഈ ഒരു ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞാൽ. 1800-ലേറെ സ്പീഷീസുകളിലുള്ള ഒരു ജനുസാണ് ഈ ഒരു ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞാൽ. അതായത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഈ ഒരു ഡെൻഡ്രോബിയംസിനകത്ത് തന്നെ ഉണ്ട്. പല വെറൈറ്റി ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ്, പല കളേഴ്സിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. എനിക്കൊരു വീഡിയോ കാണുമ്പോൾ അറിയാലോ, എല്ലാം നല്ല വ്യത്യാസമുള്ള ഫ്ലവേഴ്സ്, അല്ലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നല്ല നല്ല കിട്ടില്ല കളർ കോംബോയും അതിനകത്ത് സ്ട്രൈപ്സും ചെക്സും എല്ലാം തന്നെ ഒരു സിംഗിൾ കളറും എല്ലാം തന്നെ ഈ ഒരു ഫ്ലവേഴ്സിനകത്ത് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഓർക്കിഡ് ലവേഴ്സിനാണെങ്കിൽ കുറച്ചും കൂടെ ഇതിനെ പറ്റിയിട്ട് അറിയാം. നമ്മൾ ഇതിനെ പറ്റിയിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കും അത് ഹെൽപ്ഫുൾ ആവും. എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ബിക്കോസ് എനിക്ക് ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ട് വലിയ അവയർനെസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോർമലി സീസണൽ ഫ്ലവേഴ്സും നമ്മുടെ ചൈനീസ് ബോൾസും പോലത്തെ വിങ്കാസ് പോലത്തെ ഉള്ള ഫ്ലവേഴ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. അപ്പം നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനെ പറ്റിയിട്ട് ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാലും നമ്മൾ സെയിലിന് ഈ ഒരു പ്ലാന്റും കൊണ്ടുവന്നിട്ടുണ്ട്. വെറൈറ്റി എപ്പോഴും പിടിക്കണമല്ലോ. ഈ ഒരു ആന്തൂറിയംസ് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ചൈനീസ് ബോൾസ് ആണ് സസ് ഗാർഡൻസിന്റെ ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ചൈനീസ് ബോൾസ് ആയിരുന്നു നമ്മുടെ ഹൈലൈറ്റ്. അങ്ങനെ പറഞ്ഞ് നമ്മളിപ്പോൾ ചൈനീസ് ബോൾസ് ഒന്ന് കുറച്ച് സ്റ്റോക്ക് കുറച്ചിട്ടുണ്ട്. എന്നാലും ഉടനെ സീസൺ ആയി, മെയ് 2nd വീക്ക് തൊട്ട് സീസൺ ആയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് വീക്ക് തന്നെ ചൈനീസ് ബോൾസത്തിന്റെ പ്ലാന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. വിങ്കാസ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരോടും നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ജിഫി ബാഗ് നിങ്ങൾക്കറിയാലോ, കൊക്കോപിറ്റ് ഡിസ്ക് എന്നൊക്കെ പറയുന്നത് ജിഫി ബാഗ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജിഫി ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചെടികളെ റൂട്ട് പിടിപ്പിക്കാനും അല്ലെങ്കിൽ വിത്ത് പോൽ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാനും പറ്റുന്ന ഒരു കിട്ടിലൻ സാധനമാണ് കേട്ടോ ഈ ഒരു ജിഫി ബാഗ്. നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചോളുക. ഒരുപാട് യൂസ്ഫുൾ ഉള്ള സാധനമാണ്. വെറും 4 രൂപയ്ക്കാണ് കേട്ടോ ഒരു പീസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓൺലൈനിലൊക്കെ 7 രൂപ 8 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നവരായിരിക്കും നിങ്ങൾ. 4 രൂപയ്ക്കാണ് സസ് ഗാർഡൻസ് കൊണ്ടുവരുന്നത്. അതിനകത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റൽ സൗകര്യവും ജിഫി ബാഗിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാന്റ്സ് ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റിൽ നമ്മൾ അയക്കില്ല. പോസ്റ്റിൽ അയച്ചു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഡാമേജ് ആവുന്നതുകൊണ്ട് നമ്മൾ പോസ്റ്റിൽ പ്ലാന്റ്സ് അയക്കില്ല. കൊറിയർ ആയിരിക്കും, DTDC ആയിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ഇതുപോലത്തെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ പോസ്റ്റൽ വഴി അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡെൻഡ്രോബിയംസ് നോർമലി നമ്മൾ ഡെൻഡ്രോബിയംസ് ഒക്കെ പോട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മൾ കരിയിൽ പോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അതായത് കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത കരികൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ട്രീറ്റ് ചെയ്ത കരികൾ ഉപയോഗിക്കുക. ട്രീറ്റ് ചെയ്ത കരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡെൻഡ്രോബിയംസ് ഒക്കെ നോർമലി കാട്ടിൽ നിൽക്കുമ്പോഴത്തേന് ഇതിനൊന്നും ഒരു പ്രശ്നവും. നമ്മൾ വീട്ടിൽ കൊണ്ട് ഇതിങ്ങളെയൊക്കെ വെക്കുമ്പോഴത്തേനുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒച്ചികൾ കയറി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. രണ്ടാമത് പുഴുക്കളും ഒരു പരിധി വരെ കയറുന്നുണ്ട്. ഇതിനെല്ലാം കാലം കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ, അതായത് പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ വീടുകളിലും ഒരു സാഫ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഫംഗസൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാഫ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഒരു സാഫ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം സാഫിൽ മുക്കിയിട്ട് ഈ കരിയൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. കരിയൊക്കെ ആണെങ്കിലും കടകളിൽ ഒരുപാട് നാളായിട്ട് ഇരിക്കുന്നതല്ലേ. അപ്പോൾ സാഫിൽ കുറച്ച് നേരം ഈ കരിയൊക്കെ മുക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പോട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മൾ സാഫ് എന്നൊക്കെ പറഞ്ഞാൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാനാണ് കേട്ടോ. സാഫൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. 5 ഗ്രാം ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പെർ മന്ത് നമ്മൾ 1 ടൈമെങ്കിലും ഓർക്കിഡ്സിന് ഈ ഒരു സാഫൊക്കെ അടിച്ചു കൊടുക്കുക. ഈ ട്രീറ്റ് ചെയ്ത കരിയൊക്കെ സാഫിൽ മുക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ കെയർ വീഡിയോ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നുള്ളൊക്കെ എൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം പല ആൾക്കാരും പല രീതിയിലാണ് പോട്ട് ചെയ്യുന്നത്. ചകിരിയിലൊക്കെ പോട്ട് ചെയ്യുന്നവരുണ്ട്. ചകിരിയൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് വെള്ളം നമ്മൾ ഒഴിക്കുമ്പോഴത്തേനെ അഴുകിപ്പോയിട്ട് അത് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് പ്ലാന്റ് നശിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പോഴത്തേന് പോട്ടിൽ മാത്രം കരിയിൽ മാത്രം വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കരി മാത്രം മതി. പെട്ടെന്നാണ് ഇതിന് പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. കരി മാത്രം മതി. നല്ല രീതിയിൽ പ്ലാന്റ് കിട്ടില്ലനായിട്ട് വളർന്ന് കിട്ടിക്കോളും. ഒരുപാട് വെയിൽ വേണ്ട. ഏകദേശം രാവിലെ 10-12 മണി വരെയുള്ള വെയിലൊക്കെ മതി ഇതിന്. എന്നിരുന്നാലും നമ്മൾ നോർമലി കാടുകളിൽ നിൽക്കുമ്പോഴത്തേന് ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട. ഒരു പരിചരണം ഇല്ലെങ്കിലും കയറി വന്നോളും. പക്ഷെ ഫംഗസൈഡ് എന്തായാലും അപ്ലൈ ചെയ്യണം. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഈ കാണുന്നതാണ് കേട്ടോ സൈസ്. ഈ ഒരു കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ സൈസ്. ഒന്നുകൂടെ ഞാൻ ഈ ഒരു സൈസ് കാണിച്ചു തരുന്നതായിരിക്കും. കാരണം പ്ലാന്റിന്റെ സൈസ് നിങ്ങൾ കണ്ടോളുക. ഒരു പീസിന്റെ പ്രൈസ് വരുന്നത് വെറും 100 രൂപ മാത്രമാണ്. വേണ്ടവർ പെട്ടെന്ന് വാങ്ങിച്ചോളുക. സൈസ് കണ്ടോളുക. എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെൻഡ്രോബിയംസ് ലവേഴ്സും എല്ലാവരും കമന്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.